പച്ചക്കറികൾ കഴിക്കാൻ ഇന്ന് പലർക്കും താല്പര്യം കുറവാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. എന്നാൽ പച്ചക്കറികൾ ഉപയോഗിച്ച് ചില പ്രത്യേക രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ കുട്ടികളെല്ലാം മുതിർന്നവർ വരെ അത് പച്ചക്കറിയാണെന്ന് അറിയാതെ തന്നെ കഴിച്ചോളൂ. അങ്ങനെയുള്ള ഒരു ഭക്ഷണമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ആള് വിദേശിയാണ് കേട്ടോ. ഈ ഭക്ഷണത്തിന്റെ പേരാണ് Zucchini Slice. ഈ Zucchini Slice എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. വെൽക്കം ടു ജൈജൂസ് ഹോം വീഡിയോസ്. ആദ്യമായി ഒരു മീഡിയം സൈസ് സവോള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. കോഴിയിറച്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ എണ്ണയൊഴിച്ച് ഉള്ളി അതിൽ വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കോഴിയിറച്ചി അതിലേക്ക് ഇളക്കി ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കുക. 3-4 മിനിറ്റ് കൊണ്ട് കോഴിയിറച്ചി നല്ലപോലെ വെന്ത് കഴിഞ്ഞിരിക്കും. അതിനുശേഷം അത് ഓഫ് ചെയ്ത് വെക്കുക. സുക്കിനി, ക്യാരറ്റ് എന്നിവ അരിയാൻ റെഡിയാക്കി വെക്കുക. ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഈ സുക്കിനി, ക്യാരറ്റ് എന്നിവ ഒരു ബൗളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുക. മറ്റൊരു ബൗളിലേക്ക് 5 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് പ്ലെയിൻ ഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഒരു വലിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ മുട്ടയും പ്ലെയിൻ ഫ്ലോറും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സുക്കിനിയും ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കോഴിയിറച്ചിയും സവോളയും ചേർന്ന മിശ്രിതം ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചീസ് ഉരച്ച് ചേർക്കുക. എല്ലാം കൂടി ഒന്നുകൂടി യോജിപ്പിക്കുക. സുക്കിനി സ്ലൈസ് ഉണ്ടാക്കാനുള്ള മിശ്രിതം ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് ബട്ടർ ചെയ്തിരിക്കുന്ന ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ലെവലാക്കിയതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന ചീസ് കൂടി അതിന് മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിൽ വെച്ച് 30-40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. സുക്കിനി സ്ലൈസ് ഇവിടെ വെന്ത് റെഡിയായിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് പുറത്ത് വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. തൈര് ചേർത്തുണ്ടാക്കിയ സാലഡ് കൂട്ടി നമുക്കിത് കഴിക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.